സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചെത്തിയ യുവാവിന് ടിഷ്യൂ പേപ്പറിൽ ടെലിഫോൺ നമ്പർ എഴുതി കൊടുക്കൽ, പിന്നീട് ബംഗളൂരുവിലേക്കുള്ള യാത്ര, അതും കഴിഞ്ഞ് പഞ്ചനക്ഷത്ര ഹോട്ടലിന് പിന്നാമ്പുറത്തുകൂടി രഞ്ജിത്തിന്റെ റൂമിലേക്കുള്ള പതുങ്ങിവരവ്, പിന്നെ മദ്യസേവ, തുണിയഴിക്കാൻ പറഞ്ഞപ്പോൾ അഴിച്ചിട്ട് കാണിക്കൽ, ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യൽ, ഫോട്ടോ രഞ്ജിത്ത് കാമുകിയായ നടിക്ക് അയച്ചു കൊടുത്തിട്ട് എങ്ങനെ നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കൽ. ആഹാ, ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് കേട്ടാലും കേട്ടാലും മതിവരാത്ത ഇക്കിളി കഥകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാളത്തിന്റെ പ്രഗത്ഭ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടി നൽകിയ പീഡന പരാതി മാധ്യമങ്ങൾ ആഘോഷിച്ചപ്പോഴാണ് കോഴിക്കോട്ടുകാരനായ ഒരു യുവാവ് തന്നെയും രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഷോ കാണിക്കാനെത്തിയിരുന്നത്. രഞ്ജിത്തിന്റെ ചോര കുടിക്കാൻ കാത്തിരുന്ന മാധ്യമ പ്രവർത്തകർ ആവേശപൂർവ്വം ഈ യുവാവിനെ കൊണ്ട് ഇക്കിളി കഥകൾ പറയിപ്പിച്ചു. അന്ന് ആ യുവാവ് പറഞ്ഞ കാര്യങ്ങളാണ് തുടക്കത്തിൽ പറഞ്ഞത്. പ്രശസ്ത സംവിധായകൻ രഞ്ജിത്തിനെതിരായി ആ യുവാവ് നൽകിയ പീഡന പരാതി പച്ചക്കള്ളമാണ് എന്ന് കർണാടക ഹൈക്കോടതി ഇതാ പറഞ്ഞിരിക്കുന്നു. കേസന്വേഷണത്തിന് സ്റ്റേ അനുവദിച്ചുള്ള വിധിപ്പകർപ്പിലാണ് കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത്. അന്വേഷണം കോടതി കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തിരുന്നു. 2012 ബംഗളൂരു വിമാനത്താവളത്തിനടുത്തുള്ള താജ് ഹോട്ടലിൽ വെച്ച് യുവാവിനെ രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. എന്നാൽ പരാതിയിൽ പറയുന്ന താജ് ഹോട്ടൽ തുടങ്ങിയത് തന്നെ 2016 ഈ ഹോട്ടലിലെ 4-ാം നിലയിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു ഈ യുവാവിന്റെ പരാതി. അതുകൊണ്ട് തന്നെ ഈ പരാതി ഒട്ടും വിശ്വാസയോഗ്യമല്ല എന്ന് കോടതി നിരീക്ഷിച്ചു. 12 വർഷങ്ങൾക്ക് ശേഷമാണ് പരാതിക്കാരൻ പരാതിയുമായി എത്തിയത്. എന്തുകൊണ്ട് പരാതി നൽകാൻ ഇത്രയും വൈകി എന്ന കാര്യത്തിലും വിശദീകരണം കിട്ടിയിട്ടില്ല എന്നും കോടതി വിശദീകരിച്ചു. അതിനാൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ പലതും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി അന്വേഷണം സ്റ്റേ ചെയ്തത്. ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചിന്റേതായിരുന്നു ആ ഇടക്കാല ഉത്തരവ്. 2012 ബാവുട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ പരിചയപ്പെട്ട യുവാവിനെ ബംഗളൂരുവിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി രഞ്ജിത്ത് അസ്വാഭാവിക ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നും ചിത്രങ്ങൾ പകർത്തി എന്നുമൊക്കെയായിരുന്നു കേസ്. കോഴിക്കോട് കസബ പോലീസാണ് ഇതിലാദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് എങ്കിലും ബംഗളൂരുവിലാണ് സംഭവം നടന്നത് എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് പിന്നീട് കർണാടക പോലീസിനെ കൈമാറുകയായിരുന്നു. കേരള പോലീസിൽ നിന്ന് കത്ത് ലഭിച്ച കർണാടക DGP-യാണ് ദേവനഹള്ളി പോലീസിനോട് ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. സംഭവം നടന്നിട്ട് 9 വർഷത്തോളം ആയതിനാൽ വിമാനത്താവളത്തിനടുത്തുള്ള താജ് ഹോട്ടലിൽ വെച്ച് തന്നെ ആണോ രഞ്ജിത്തിനെ താൻ കണ്ടത് എന്ന് അത്ര ഉറപ്പില്ലെന്ന് ഈ പരാതിക്കാരൻ പിന്നീട് മൊഴി നൽകിയിരുന്നു. കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവിനെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ അസ്വാഭാവിക ലൈംഗിക പീഡനം, IT ആക്ട് പ്രകാരം സ്വകാര്യത ഹനിക്കൽ എന്നിവയടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. അവസരം തേടി ഹോട്ടൽ റൂമിലെത്തിയ തനിക്ക് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറിച്ചു തന്നു എന്നും അതിൽ സന്ദേശം അയക്കാൻ ആവശ്യപ്പെട്ടു എന്നുമാണ് ഈ യുവാവ് പറഞ്ഞിരുന്നത്. ബംഗളൂരു താജ് ഹോട്ടലിൽ 2 ദിവസത്തിന് ശേഷം എത്താൻ രഞ്ജിത്ത് തന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ രാത്രി 10 മണിയോടെ ഹോട്ടലിലെത്തിയ തന്നോട് പുറകുവശത്തെ ഗേറ്റ് വഴി റൂമിലേക്ക് എത്താൻ സംവിധായകൻ നിർദ്ദേശിച്ചു. മുറിയിലെത്തിയപ്പോൾ മദ്യം നൽകി കുടിക്കാൻ നിർബന്ധിച്ചു. പിന്നീട് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി പീഡിപ്പിച്ചു എന്നൊക്കെയായിരുന്നു യുവാവ് പരാതിയിൽ പറഞ്ഞിരുന്നത്. കൂടാതെ തന്റെ നഗ്ന ഫോട്ടോകൾ എടുത്ത ശേഷം രഞ്ജിത്തിന്റെ സുഹൃത്തായ നടി രേവതിക്ക് അവ അയച്ചു കൊടുത്തു എന്നും യുവാവ് ആരോപിച്ചിരുന്നു. ഏതായാലും സിനിമാ താരങ്ങൾക്കും സംവിധായകർക്കുമൊക്കെ എതിരായുള്ള ലൈംഗിക ആരോപണങ്ങൾ പലതും കെട്ടിച്ചമച്ചതും വ്യാജവുമാണ് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വിവിധ കോടതി നിരീക്ഷണങ്ങളും പരാതിക്കാരുടെ തന്നെ ചില പിൻവാങ്ങലുകളും തെളിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ട്രൂത്ത് ലൈവ്.